സൺസിറ്റിയുടെ ബെസ്റ്റ് ഐസ്ക്രീം ഇവിടെ കിട്ടും. കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നിലല്ല. ഗോഗ, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നീ വേഷം മാറി വന്ന ഇവിടെ ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിച്ച? നീ ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. റംഗീലെ, ഞാൻ ഇവിടെ വന്നത് ഐസ്ക്രീം കഴിക്കാൻ മാത്രമാണ്. പക്ഷെ ഇന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ചെല്ല് ഗോഗയുടെ നിനക്കിന്ന് വേണ്ടത് കിട്ടും. ഗോഗയുടെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്താ ഇത് മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ എവരിബാഡി, എല്ലാരും കേൾക്കൂ. എന്റെ പേര് പവർ സ്നാച്ചർ എന്നാണ്. എന്റെ ശക്തി കൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരുടെയും മാന്ത്രിക ശക്തികൾ പിടിച്ചെടുക്കും. അങ്ങനെ ചെയ്താൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികനായി മാറും ഞാൻ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ചൻ പകയ്യ. ഇപ്പോൾ നിന്റെ ശക്തി എന്റേതാകും. പെട്ടെന്ന് എനിക്ക് എന്താ സംഭവിച്ചത്? എന്റെ ശക്തിയെല്ലാം എന്നെ വിട്ടു പോകുന്നത് പോലുണ്ടല്ലോ. എടാ നിക്ക്. അല്ല, ആ ലോൺ മൂവർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. റംഗീല, ഇന്ന് ഞാൻ നിന്നെ വിട്ടുവെക്കണം. നമുക്ക് പിന്നീട് കാണാം. നമുക്ക് പിന്നെ കാണാം. രുദ്ര, മാർക്കറ്റിലേക്ക് ഒന്ന് വേഗം വാ. സുങ്ക, ഞാൻ പോകുകയാണ്. ബൈ. എന്നെയും കൂടെ കൊണ്ടുപോകൂ. ഓടണ്ട, കാരണം പവർ സ്നാച്ചറിൽ നിന്നും ആർക്കും ഓടാൻ കഴിയില്ല. ഛൻ പകയ്യ, നിന്റെ ശക്തി എന്റേതാകും. ആരെങ്കിലും വേഗം ഒന്ന് മുത്തച്ഛനെ വിളിക്ക്, രക്ഷിക്കണേ. ആരെങ്കിലും വേഗത്തിൽ മുത്തച്ഛനെ വിളിക്കൂ. രുദ്ര, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. ആ പവർ സ്നാച്ചർ മറ്റുള്ളവർ മാജിക്കൽ പവേഴ്സ് തട്ടിപ്പറിക്കുകയാണ്. മറ്റുള്ളവരുടെ മാജിക് പവേഴ്സ് തട്ടി പറിക്കാൻ നിനക്ക് ഒരു റൈറ്റ്സും ഇല്ല. നീ ചെയ്യുന്നതിന്റെ പേര് മോഷണം എന്നാണ്. സൺസിറ്റിയിൽ ഒരു തെറ്റായ കാര്യവും അനുവദിക്കില്ല. എന്നാൽ ഞാൻ ചെയ്യും. എന്നെ ആരാണ് തടയാൻ പോകുന്നത്? നീയോ? നിന്റെ പ്രായമുള്ളവരുമായി നീ പോയി കളിക്കേ. ചെല്ല്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും ഒരിക്കലും സംശയിക്കരുത്. ഛൻ പകയ്യ, നിന്റെ ശക്തി എന്റേതാകും. വരുൺ, അവന്റെ പവർ നേരിടാനായി നമ്മൾ രുദ്രയെ സഹായിച്ചേ പറ്റൂ. ജന്തർ മന്തർ ജാദു കലണ്ടർ ഛൂ. മതി മൈര, പ്ലീസ് ഇനി നീ രുദ്രയെ സഹായിക്കരുത്. സോറി. എന്തു പറ്റി രുദ്ര? പേടിച്ചു പോയോ? ഇവൻ എനിക്ക് പറ്റിയ ആളാണെന്നാണ് തോന്നുന്നത്. അകീറ, സകീറ, ബസൂക്ക. അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ.
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആരാണിത് ചെയ്യുന്നത്? എന്റെ മുമ്പിലേക്ക് വരൂ. എന്നെ വലിച്ചഴിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഭാഗ്യം, അവനങ്ങ് പോയി. അവൻ എന്ത് മാജിക്കാ ചെയ്തോണ്ടിരുന്ന? അവൻ എന്ത് മന്ത്രം പറഞ്ഞ? ആ ചൻപകയ, നിന്റെ മാജിക്കൽ പവർ എനിക്ക് സ്വന്തമാകട്ടെ. എത്ര സിമ്പിളാണ്. ഇങ്ങനെ ഒരു ചെറിയ മന്ത്രം കൊണ്ട് മറ്റുള്ളവരുടെ പവർ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നോ? അല്ല, എനിക്കിതെന്താ പറ്റിയേ? എനിക്കെന്താ പറ്റിയത്? എനിക്കെന്താ പറ്റിയ? താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശ, ഇതെങ്ങനെയാ സംഭവിച്ചത്? ആ മജീഷ്യൻ മറ്റുള്ളവരുടെ ബോഡിയിൽ നിന്ന് എങ്ങനെയാ മാജിക് മോഷ്ടിക്കുന്നത്? രുദ്ര, നമ്മുടെ മാന്ത്രിക ലോകം എത്രയ്ക്ക് നമ്മൾ കാണുന്നുവോ അതിനേക്കാൾ ആഴമായിട്ടുള്ളതാണ്. മാജിക് കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അവൻ വീണ്ടും വരും. അതുകൊണ്ട് നിങ്ങൾ 3 പേരും അവനെ നേരിടുവാനായി റെഡിയായിരിക്കണം. ഞാൻ നിങ്ങൾക്കൊരു സുരക്ഷാ കവചം ഉണ്ടാക്കാൻ പറഞ്ഞു തരാം. ഒരു പ്രാവശ്യം സുരക്ഷാ കവചം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാജിക്കൽ പവറിനും അതിൽ കടന്നു വരാൻ കഴിയില്ല. കുട്ടികൾ എപ്പോഴും ആദ്യത്തെ മന്ത്രം ഓർത്തിരിക്കണം. ഫോക്കസ് ആൻഡ് ബിലീവ്. ഈ ഒരു കാര്യം മാജിക്കിന് മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ സ്റ്റേജിലും അത് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ മന്ത്രം. മുത്തശ്ശ, ഞാനൊരു തെറ്റായ മന്ത്രം പറഞ്ഞു പോയി. ഞാൻ കഴുതയായി പോയി. എന്നൊന്ന് ശരിയാക്കണേ. നീയൊന്നും ഒരിക്കലും നന്നാവില്ലടാ. എന്ത് ചെയ്താലും തലകീഴായിട്ടേ ചെയ്യുള്ളൂ. മുത്തച്ഛ, കലക്കി. ഞാൻ പഴയതുപോലെ ശരിയായില്ല. താങ്ക് യു മുത്തശ്ശ. അതെന്താന്നറിയോ? ഞാൻ അവന്റെ മന്ത്രം കോപ്പി അടിച്ചു. ആ ഡോങ്കിയുടെ പവേഴ്സ് ഒക്കെ എനിക്ക് കിട്ടിപ്പോയി. അതെന്താന്നറിയില്ല. ഇപ്പോഴും എനിക്ക് പുല്ല് തിന്നാൻ തോന്നുക. മുത്തശ്ശ, രംഗീലയുടെ കാര്യം വിട്ടേക്കൂ. ഞങ്ങൾക്ക് രണ്ടാമത്തെ മന്ത്രം പറഞ്ഞുതരൂ. ഓക്കെ, കേട്ടോളൂ. ഇബൈസ്ക സകൂം പ്രൊട്ടക്ടോ. രുദ്ര, മായര, വരുൺ, ഇപ്പോൾ ഞാൻ സുരക്ഷാ കവചത്തിനകത്താണ്. ഇപ്പോൾ നിങ്ങൾ മാജിക്കൽ പവർ യൂസ് ചെയ്ത് ഏതെങ്കിലും സാധനം എടുത്ത് എന്നെ എറിയോ. ഒരു പക്ഷേ മുത്തശ്ശ, അത് കൊണ്ടാലോ? ഒന്നും സംഭവിക്കില്ല, എറിയോ. മുത്തശ്ശ, ശരിക്കും മാജിക് പവർഫുൾ ആണെന്ന് തോന്നുന്നു. ഒരു ആയുധത്തിനും നിങ്ങളെ ടച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഈ മാജിക് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഓ, വരൂ പവേഴ്സ് നാച്ചുറൽ. ഷക്കാലിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ നിന്നെ വരവേൽക്കുന്നു. ഞാൻ മാന്ത്രികനാണ്, മായാജാലത്തിന്റെ മഹാരാജാവാണ്. എന്നെ കണ്ടാൽ ആരും ഞെട്ടും. ഞാനാണ് ഷക്കാൽ. ഓ, അപ്പൊ നീയാണല്ലേ ഷാക്കാൽ. നിന്നെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? സോഗ നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. മറ്റുള്ളവരുടെ മാജിക്കൽ പവർ നീ എങ്ങനെയാണ് അപഹരിക്കുന്നതെന്നും പറഞ്ഞു. നിനക്ക് ഇത്രയൊക്കെ ശക്തി ഉണ്ടായിട്ടും എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ അടിപിടി കൂടുന്നത്? മാജിക്കൽ പവേഴ്സ് അപഹരിക്കണമെങ്കിൽ ജയ്സിംഗ് ചൗഹാന്റെ ശക്തി അപഹരിക്കുക. ഒരു പ്രാവശ്യം അവന്റെ ശക്തി നിനക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ സർവശക്തിശാലിയായി മാറുന്നതായിരിക്കും. അയാൾ അത്രയ്ക്കും ശക്തിശാലിയാണെങ്കിൽ എന്നാൽ ഞാൻ അയാളുടെ ശക്തി മാത്രമേ ഇനി എടുക്കൂ. പക്ഷെ ജയ്സിംഗ് ചൗഹാന്റെ ശക്തി അപഹരിക്കുന്നത് അത്ര ഈസി ആയ കാര്യമല്ല. അവൻ ഇതുവരെ പല പ്രാവശ്യം ഷാക്കാലിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഷാക്കാൽ അവന്റെ മുൻപിൽ നിന്നും ഓടി ഒളിഞ്ഞിട്ടുണ്ട്. വെറുതെ എന്നെ അപമാനിക്കരുത്. അവന്റെ ശക്തി എങ്ങനെ പിടിച്ചെടുക്കണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഇനി കണ്ടോളൂ ജയസിംഗ് ചൗഹാന്റെ ശക്തി ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്.